ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന നമ്മളെ കോഴിക്കോടുള്ള റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളിതുപോലെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതലേ വിചാരിക്കുന്നതാണ് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ കറക്റ്റ് റെസിപ്പി കിട്ടിയപ്പം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 സവാളയാണ്. സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയ 2 തക്കാളിയാണ്, അതും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കുറക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് അപ്പം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഞാനിതാ ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു തക്കാളിയും സവാളയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എരിവ് കുറഞ്ഞുകൊണ്ട് ഞാൻ 10 എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അപ്പം ഞാൻ 10 എടുത്തിട്ടുള്ളത്. നടു കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇതിലേക്ക് വരരുത്. അപ്പോൾ ഞാൻ ഇതാ ഒരു ചെറിയൊരു 2-3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അടച്ചെടുക്കുകയും വേണ്ട. ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് ചതക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വേണം. ഇഞ്ചീൻ്റെ ടേസ്റ്റാണ് നമ്മൾ വെളുത്തുള്ളിനേക്കാളും വരേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം വലിയൊരു ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചതക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു ഫുൾ ലെമൺ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു 3 സ്പൂൺ എടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1.5 സ്പൂണോളം മതിയാവും. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല വേണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു ബീഫിലേക്കൊക്കെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം മിക്സ് ചെയ്യാൻ കുക്കറിൽ ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചേർക്കാതെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10-15 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പം ഞാനിതിലേക്കുള്ള റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി റൈസ് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറാനായിട്ട് വെക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടതാണ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെയാണ്. അതിൽ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ്. തക്കാളി ഇതുപോലെ റൗണ്ടാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് പിന്നെ നമ്മൾ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു മാറ്റമുള്ളത്, നമ്മളതിലേക്ക് നിർബന്ധമായിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി കഴിച്ചവർക്കൊക്കെ അറിയാം ആ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളിനി ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക. പിന്നെ നമുക്ക് കുറച്ച് കനം കുറച്ചിട്ടൊരു സവാള അരിഞ്ഞു വെക്കാം. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനൊരു 8 ഗ്ലാസ് വെള്ളം അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന എത്രയാണോ അതിനനുസരിച്ച് വെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണല്ലോ ആ ഒരു റൈസിന് നന്നായിട്ട് ഉപ്പ് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കനം കുറച്ച് ഒന്ന് മുറിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെന്ത് പോരുത്,
കുറച്ച് നമ്മൾ ഒരു പാകത്തിന് വേവിച്ചാൽ മതിയാവും. പിന്നീട് നമ്മൾ ദമ്മിടുമ്പോഴൊന്ന് ചെറുതായിട്ട് വേവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. നമ്മൾ ബീഫ് ഇതുപോലെ ഓഫായിട്ടുണ്ട്. ഇനി ഒന്ന് ആവി പോയിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീഫും കൂടെ എടുത്തിട്ട് ഇതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മിനായിട്ട് ഞാനിവിടെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സവാള ഒരു 2 എണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് പുതിനയിലും കുറച്ച് മല്ലിച്ചപ്പും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സവാള ഇന്ന് പൊരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ദമ്മിട്ട് തുടങ്ങാം. ഇപ്പം നമ്മൾ ബീഫ് തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും കൂടുതലില്ല, കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പം ചില ബീഫിനൊക്കെ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഉരുകി ഇറങ്ങും. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളത് ഇതെന്തായാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ചെമ്പിലാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബീഫ് മുഴുവനായിട്ടും ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗത്ത് മാത്രമാണ് ബീഫ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് അപ്പോൾ നമ്മൾ റൈസാണ് ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ബീഫ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം ഒരു ലെയർ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് റൈസ് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ദമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സവാളേൻ്റെ ആ ഒരു മിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയൊന്നും വേണമെന്നില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു റൈസ് കഴിയുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഫില്ല് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ കുറയ്ക്കേണ്ടവർക്ക് കുറച്ച് കൊടുക്കാം. അപ്പം എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതും ഇത്രയങ്ങ് ഇട്ടിട്ടല്ല കേട്ടോ. അപ്പം അതുപോലെ ചെയ്യുക, കുറച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യുക. അപ്പം ഞാനൊന്നും കൂടെ പറയുകയാണ്, അവിടെ നിന്ന് കിട്ടുന്നതിൽ നമ്മൾ ഇത്രയും ഉള്ളി മൊരിച്ചതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് ദമ്മിട്ട് വെക്കുക. ഇതുപോലെയാണ് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ചിട്ട് കറക്റ്റ് 20 മിനിറ്റ് ഒന്ന് നമ്മൾ ചെറിയൊരു തീയിൽ ദമ്മിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് തുറക്കാം. ഇപ്പം ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു റോസ് വാട്ടറിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വേറൊരു ചെമ്പ് അടുത്ത് വെച്ചിട്ട് ഈ ഒരു റൈസ് മുഴുവനായിട്ടും മറ്റൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റൈസ് ഇതിലേക്ക് വേറെ ചെമ്പിലേക്ക് മാറ്റി ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ ഈ ഒരു യെല്ലോ കളറ് നമ്മൾ ചോറിലേക്ക് മിക്സ് ആവും. അപ്പോൾ നമ്മൾ ആ ബീഫിൻ്റെ ഒരു മസാല ഈ ഒരു ചോറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ ഒരു മസാല നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ ഗ്രേവി നന്നായിട്ട് ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു മിക്സിങ് കഴിഞ്ഞാൽ നമുക്ക് ബീഫൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്.
അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും. ഇത് തന്നെയാണ് റഹ്മത്ത് ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും. ഒരു തരത്തിലുള്ള മായങ്ങളും ഇല്ല. നമ്മൾ മസാലയൊക്കെ വളരെ കുറവാണല്ലോ, അപ്പോൾ കഴിക്കാനായിട്ട് നമുക്കൊരു മടുപ്പും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ ഇത്രയും തിരക്കുണ്ടാകുന്നതും. അപ്പോൾ നമുക്ക് എപ്പോഴും പോയി കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.